അപ്പോൾ ഗൈസ്, നാട്ടിൽ നിന്ന് സൗദിയിലേക്ക് ജോലി കിട്ടി വരാനിരിക്കുന്ന ഒരു നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാണ്ട്. ഇവിടെ കുറച്ച് സ്കാംസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഇവിടെ വന്നിട്ട് കമ്പനി അണ്ടറിൽ വന്നിട്ട് പെട്ടിരിക്കുന്ന ഒരു കൊച്ചിൻ്റെ ഒരു വോയിസ് ആണ് കേട്ടോ അത് ഇന്നലെ ഞാൻ കേട്ടതല്ല. ഡിസംബറിൽ ആ കൊച്ച് ഇവിടെ വന്നിട്ടുള്ളതാണ്. കമ്പനി അണ്ടറിൽ 4000 റിയാൽ ഓഫർ ചെയ്തിട്ട് ഇവിടെ വന്നിട്ടുള്ള കുട്ടിയാണ്. ആ കുട്ടി മാത്രമല്ല, അതിൻ്റെ കൂടെ അത്യാവശ്യം നല്ല രീതിക്ക് പിള്ളേരുണ്ട്. എനിക്ക് തോന്നുന്നു 10-70 പിള്ളേരോളം ഉണ്ടെന്നാണ് ആ കുട്ടി പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവർ എത്രയോ മാസങ്ങൾ, 6 മാസങ്ങൾക്ക് ശേഷം ആ കൊച്ച് ജോലിക്ക് കയറുന്നത്. ഞാൻ വേക്കൻസി വീഡിയോ ഇട്ട സമയത്ത് ഈ കുട്ടി എൻ്റെ അടുത്ത് ജോബ് വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ഡീറ്റെയിൽസൊക്കെ കിട്ടി. പിന്നെ കമ്പനിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് ചെയ്യുക, ഞാനത് വീഡിയോ ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് പേടിയായിരുന്നു. അവിടെ നിൽക്കുന്ന അത്രയും ആൾക്കാർക്ക് പേടിയായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അണ്ടറിലാണ് നിൽക്കുന്നത്. ഈ കമ്പനീസിൻ്റെ അണ്ടറിൽ നിന്നിട്ട് ഇവർക്ക് ഇങ്ങനെ ഒരു കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്ഷൻ എടുക്കാനോ ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവർ പെട്ട് പോകുമെന്ന് ഓർത്തിട്ട്. സത്യം പറഞ്ഞാൽ ഇവരിവിടെ കൊണ്ടുവന്നിട്ട് ഇവർക്ക് ജോലിയില്ല. ഇവർ ഇൻ്റർവ്യൂവിന് വിടത്തില്ല. ലോക്കൽ ട്രാൻസ്ഫർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ 5000 റിയാൽ ഇവർക്ക് കൊടുത്താലേ ലോക്കൽ ട്രാൻസ്ഫർ കൊടുക്കുള്ളൂ. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണ് ഈ പിള്ളേർക്ക് ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആ കൊച്ച് അത്യാവശ്യം പൈസ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി 6 മാസങ്ങൾക്ക് ശേഷം വേറൊരു സ്ഥലത്ത് ജോലിക്ക് കയറി. സോ ഞാൻ പറഞ്ഞു വന്നത്, നാട്ടിൽ നിന്ന് നിങ്ങൾ വരാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് MOD പോലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലോട്ട് മാക്സിമം നോക്കുക. ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഹയറിങ് കുറവാണെന്ന് കേട്ടേക്കുന്നത്. ഇവിടെ നമുക്ക് ലോക്കലായിട്ടൊന്നും കയറാൻ പറ്റുന്നില്ല. എന്നിരുന്നാൽ കൂടി നാട്ടിലെ ചില ഏജൻസീസ് ഗവൺമെൻറ്റിലോട്ട് സ്റ്റാഫിനെ എടുക്കുന്നുണ്ട്. സോ അവർ ത്രൂ മാത്രം വരാൻ നോക്കുക. അത്യാവശ്യം സർവീസ് ചാർജ് 3.5 ലക്ഷത്തോളം അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ സേഫ് ആയിരിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ റിയാദിലെ നാഷണൽ കെയർ ഹോസ്പിറ്റലിൽ പോലും ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ കമ്പനി അണ്ടറിൽ വന്നവർ, സൗദി ജർമ്മൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരെ എനിക്കറിയാം. എന്നെക്കാളും ടോപ്പ് സീനിയേഴ്സ് ആയിരുന്ന 3 വർഷം 4 വർഷം എന്നെക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഈ 2 ഹോസ്പിറ്റൽസിലും വർക്ക് ചെയ്യുന്നവരെ എനിക്ക് പേഴ്സണലി അറിയാം. ഞാനിവിടെ വന്ന സമയത്ത് 1.5 വർഷം മുമ്പ് ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് 5000 റിയാലായിരുന്നു സാലറി. ഈ സമയത്ത് എന്നെക്കാളും എത്രയോ വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെന്നറിയാം 3000 റിയാലിന് ഈ കെയർ ഹോസ്പിറ്റലിലും സൗദി ജർമ്മൻ ഹോസ്പിറ്റലിലും ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 3000 റിയാൽ 3300 റിയാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം നൈറ്റ് ഷിഫ്റ്റും ചെയ്ത് 12 മണിക്കൂർ ഡ്യൂട്ടിയും ചെയ്ത് ഇവർ മേടിക്കുന്ന സാലറി എന്ന് പറയുന്നത് തുച്ഛമായിട്ടുള്ള സാലറിയാണ്. ഞാനൊക്കെ ചുമ്മാ ഇരുന്ന് മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഞാൻ തന്നെ അതിശയം വിചാരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവരെന്താ മാറ്റാതെ? ഇവരുടെ കോൺട്രാക്റ്റ് കഴിയാണ്ട് ഇവർക്ക് മാറാൻ പറ്റില്ല. 2 വർഷത്തേക്കായിരിക്കും കോൺട്രാക്റ്റ്. ഈ 2 വർഷം ഈ പറയുന്ന സാലറിക്ക് വർക്ക് ചെയ്യുക എന്നുള്ളത് പറ്റില്ല നമുക്ക്. നാട്ടിൽ നോക്കുമ്പോൾ 3000 റിയാൽ നോക്കുമ്പോൾ കൊള്ളാൻ 70,000 രൂപയോളം കിട്ടും. നല്ലൊരു സാലറിയാന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ ഇവിടെ വന്ന് കഴിയുമ്പോൾ 3000 റിയാൽ ഒരു നേഴ്സിന് ഒന്നുമല്ല. 5000-6000 റിയാൽ മേടിച്ചിട്ട് ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ വന്നവർക്ക് പോലും ഉണ്ട് നല്ല അത്യാവശ്യം. ഇപ്പോഴാണ് പിന്നെയും സാലറി കുറച്ചത്. ഞാനൊക്കെ വന്ന സമയത്ത് തന്നെ ഉണ്ട് അത്യാവശ്യം നല്ല സാലറി. 5000 റിയാലൊക്കെ ക്ലിനിക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതൊന്നാമത്തെ കാര്യം. പിന്നെ ഇതുപോലെ കുറച്ച് ഫ്രോഡ് കമ്പനീസ് ഇവിടെ കൊണ്ടുവന്നിട്ട് പിള്ളേരെ വിടാതിരിക്കുന്നവരുണ്ട്. ഈ ഒരു സംഭവം എനിക്ക് മനസ്സിലായത് ഞാൻ വേക്കൻസി റിക്രൂട്ട്മെൻറ്റ് വീഡിയോ ഒരിക്കൽ ചെയ്തപ്പോൾ എൻ്റെ ഫോൺ നമ്പർ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു കോൾ ഉണ്ടായിരുന്നു. സിസ്റ്ററെ, നമ്മുടെ കയ്യിൽ 100-100ഓളം സ്റ്റാഫ് ഉണ്ട്. മലയാളീസാണ് കൂടുതലുള്ളത്. ഡേറ്റ ഫ്ലോ പ്രോമെട്രിക് എല്ലാം കഴിഞ്ഞ് നിൽക്കുന്നവരാ. സൗദിയിൽ ലോക്കൽ ട്രാൻസ്ഫറിന് വേണ്ടി നിൽക്കുന്നവരാ. നിങ്ങൾക്ക് എത്ര ആൾക്കാരെ വേണമെങ്കിലും ഞാൻ തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ പേരോ ഡീറ്റെയിൽസോ ഏജൻസി പേരോ ചോദിച്ചിട്ട് ഇവർ പറയത്തില്ല. ഇവർ സ്റ്റാഫിന് തരാമെന്ന് മാത്രമേ പറയത്തുള്ളൂ. പക്ഷേ അവരെ അങ്ങനെ ട്രസ്റ്റബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ സ്റ്റാഫിനെ എടുത്തില്ല. പക്ഷേ ഇപ്പോൾ ഇതുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായി പല ആൾക്കാരും ഓരോ സ്റ്റാഫുകളെ കൊണ്ടുവന്നിട്ട് ഇവിടെ എങ്ങനെ ഇടുക. ഇവർ ഓരോ ലോക്കൽ ഏജൻസീസ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ നഴ്സുമാരെ കൊണ്ടുവന്നിട്ടിട്ട് ഇവിടെ വന്ന് ഇവർ തന്നെ, അതായത് ഈ കമ്പനീസ് തന്നെ ഇൻ്റർവ്യൂ നടത്തും, ഓഫർ ലെറ്റർ കൊടുക്കും, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അക്കോമഡേഷൻ ഉണ്ടാക്കി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് എവിടെയൊക്കെയാണ് ലോക്കലി ഇൻ്റർവ്യൂസ് നടക്കുന്നതെന്ന് അറിഞ്ഞ് അവിടെ ഈ പിള്ളേരെ കൊണ്ടുപോകും. 10-30 പേർ ഒരു ഇൻ്റർവ്യൂവിന് എത്ര പേർക്ക് കിട്ടും? 2-3 പേർക്ക് മാക്സിമം ജോലി കിട്ടും. ബാക്കിയുള്ളവർ തിരിച്ചു വരും. ജോലി കിട്ടിയവർ അവിടെ കയറും. ഇതാണ് ഇവിടെ നടന്നു പോകുന്ന അവസ്ഥ. അപ്പോൾ നിങ്ങൾ വരാനിരിക്കുന്നവർ നന്നായിട്ട് അന്വേഷിച്ചറിഞ്ഞിട്ട് മാത്രം വരാം. പിന്നെ ഇനി ഇവിടെ ക്ലിനിക്കിൽ കയറാൻ നിൽക്കുന്നവരോട്, പല ക്ലിനിക്കുകളിലും സാലറി പെൻഡിങ്ങാണ്. സാലറി കറക്റ്റായിട്ട് കൊടുക്കാത്ത ക്ലിനിക്കുകളുണ്ട്. ക്ലിനിക്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഭയങ്കര കുറവാണ് സാലറി. നമ്മുടെ MOH ഒക്കെ സാലറി കുറച്ചതോടെ ക്ലിനിക്കുകളിലും അത്യാവശ്യം നല്ല സാലറി
പാക്കേജ് കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പലയിടത്തും 3 മാസം 6 മാസം 1 വർഷത്തോളം സാലറി പെൻഡിങ് ഉള്ള ക്ലിനിക്കുകൾ ഇവിടെയുണ്ട്. ഞാൻ ഇൻഡസ്ട്രിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഈ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മാക്സിമം MOH MOD നോക്കിയിട്ടുണ്ട്. പക്ഷേ ലോക്കൽ ഹയറിങ് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഞാൻ ചെല്ലുമ്പോഴൊന്നും ലോക്കൽ ഹയറിങ് ഉണ്ടായിരുന്നില്ല. ഞാൻ അപ്പോൾ വിചാരിച്ചു ഓക്കെ നാട്ടിൽ നിന്ന് കൊച്ചിനെ കൊണ്ടുവരുമല്ലോ, എന്തായാലും ക്ലിനിക്കിലേക്ക് മാറാമെന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ എന്നാൽ അടുത്തുള്ള ക്ലിനിക്കുകൾ സെർച്ച് ചെയ്യാൻ തുടങ്ങി. എനിക്ക് അത്യാവശ്യം കണക്ഷൻ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ കൂടി എനിക്ക് ബത്ത, ഷിമേസി, മലാസ് ഈ 3 സ്ഥലത്ത് മാത്രമായിരുന്നു എനിക്ക് പ്രിഫറൻസ് ഉണ്ടായിരുന്നത്. കാരണം എനിക്ക് പോയി വരാൻ എളുപ്പമാണ്. ഈ 3 സ്ഥലത്തും അത്യാവശ്യം നല്ല ക്ലിനിക്കുകളുണ്ട്. മലയാളീസ് നടത്തുന്ന മാനേജ്മെൻറ്റിൽ മലയാളീസ് ഇരിക്കുന്ന ക്ലിനിക്കുകളുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് എല്ലാ ഇൻഫ്ലുവൻസേഴ്സും വ്ലോഗ് ചെയ്തിരുന്ന പല ക്ലിനിക്കുകളും ഞാൻ കണ്ടിട്ടുണ്ട്. അന്വേഷിച്ച് കഴിയുമ്പോഴാണ് അറിയുന്നത് ഇവിടെയൊന്നും സാലറി പ്രോപ്പർ അല്ല എന്നുള്ളത്. നമ്മുടെ കയ്യിൽ വരുന്ന ആൾക്കാർ നമ്മുടെ കയ്യിൽ കിട്ടുന്ന കോണ്ടാക്റ്റും ത്രൂ നമ്മൾ ഇതൊക്കെ കറക്റ്റായിട്ട് അറിഞ്ഞു. അങ്ങനെ നമ്മൾ ഫൈനലി ഓക്കെ ഇവിടെ ഒന്നും വേണ്ടാന്ന് തീരുമാനിച്ച് വേറൊരു ക്ലിനിക്കിലേക്ക് മാറി. അപ്പോൾ നിങ്ങൾ ക്ലിനിക്കിലേക്ക് പോകുന്നവർ എന്തായാലും മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവിടുത്തെ സാലറി കിട്ടുന്നുണ്ടോ എന്ന് കറക്റ്റായിട്ട് അന്വേഷിക്കുക. ചിലപ്പോൾ ചില ആൾക്കാർ പറയത്തില്ല സാലറി കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയത്തില്ല. നമ്മൾ ഇതിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് വല്ലയിടത്തും ചെന്ന് തല വെച്ച് കൊടുക്കാവുള്ളൂ. കാരണം ഒരു നേഴ്സ് എന്ന് പറയുന്ന വെറുതെക്കാർ വിചാരിക്കും ഒരു നേഴ്സിംഗ് പഠിച്ചു, എക്സാം എഴുതി, പരിപാടി കഴിഞ്ഞു, അവർക്ക് ഇപ്പോൾ നേരെ ജോലിക്ക് കയറാം. അത് മാത്രമല്ല, നമ്മളൊരു സൗദിയിലൊക്കെ വന്നെന്നുണ്ടെങ്കിൽ എക്സാം ഉണ്ട്. 28,000 രൂപ എക്സാമിനാവും. പഠിക്കണേലാവും 10-15,000 രൂപ. ഈ എക്സാമിനുള്ള പ്രിപ്പറേഷന് 10-15,000 രൂപ. അതും കഴിഞ്ഞിട്ട് എക്സാം എഴുതി എടുത്താൽ മാത്രം പോരാ. ആ എഴുതിയെടുത്ത റിസൾട്ട് ഇവിടെ രജിസ്ട്രേഷൻ ലൈക്ക് പ്രോമെട്രിക്കിൻ്റെ സൗദി കൗൺസിൽ ചെയ്യണമെങ്കിൽ ആവും 10-28,000 രൂപ. ഡേറ്റ ഫ്ലോയ്ക്ക് ആവുമായിരുന്നു 10-30,000 രൂപ. അപ്പോൾ ഇത്രയും കാശ് നമ്മൾ ഏജൻസി ഫീസിന് പുറമേ ഇതൊക്കെ ചെയ്ത് മെഡിക്കലും ചെയ്ത് VFSും ചെയ്ത് നമ്മൾ ടിക്കറ്റും എടുത്ത് ഇങ്ങോട്ട് കയറി വരുമ്പോൾ എങ്ങനെ പോയാലും ഒരാൾക്ക് 4-4.5 ലക്ഷം രൂപയോളം 5 ലക്ഷം അടുത്ത് ചിലവ് എന്തായാലും ഉണ്ട്. വെറുതെ അല്ല, ആരും കൈയും വീശിയല്ല കയറി പോകുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സാലറി വേണം. മന്ത്ലി നമുക്ക് സാലറി കിട്ടുന്ന ഒരു വർക്കിനെ നമുക്ക് കയറാൻ പറ്റുള്ളൂ. ഇത് അറ്റ്ലീസ്റ്റ് നമുക്ക് വേണ്ട ബേസിക് കാര്യങ്ങളാണ്. അപ്പം അതില്ലാത്ത ഒരിടത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ സമാധാനം കംപ്ലീറ്റ്ലി പോവും. നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ സൗദിയിലോട്ട് വരാൻ നിൽക്കുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയിലുണ്ട്, കെട്ടിയോൻ ദുബായിക്ക് പോകുമായിരുന്നു. അന്ന് ഞാൻ കൊണ്ടുവിടാൻ പോകുമ്പോൾ എന്നോട് ഡ്രൈവർ പറഞ്ഞു സൗദിയിലേക്കാണോ പോകുന്നത്, സൂക്ഷിച്ചും കണ്ടൊക്കെ പോകണം കേട്ടോ. കാരണം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫ് അവിടെ പോയിട്ട് സാലറി കിട്ടാണ്ട് കുറേ നാളായിട്ട് സാലറി കിട്ടാണ്ട് തിരിച്ചു പോകുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ ഞാൻ കെട്ടിയനോട് പറഞ്ഞു സൗദി പോലുള്ള സ്ഥലത്ത് ഇങ്ങനെ സ്കാമുകൾ നടക്കും, സാലറി ഒന്നും കിട്ടാണ്ട് അവിടെ ഇരിക്കില്ല എന്തായാലും, ഇതൊക്കെ വെറുതെ പറയുന്നതാണ് എന്ന് ഞാൻ ആ കെട്ടിയനോട് അപ്പം തന്നെ ഞാൻ പറയുകയും ചെയ്തു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. നാട്ടിൽ നിന്ന് നമ്മൾ വിചാരിക്കണ പോലെ നട്ടപ്പാതിരാക്കി പെണ്ണുങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ സേഫായിട്ടുള്ള കൺട്രിയാണ് സൗദി. പക്ഷെ അത് പല സ്ഥലങ്ങളിലും ആ സേഫ്റ്റി ഇല്ല എന്നുള്ളതാണ് സത്യം. സ്കാംസ് നടക്കത്തില്ല, പിടിച്ചു പറയും മോഷണവും പോട്ടെ, ജോലി വരെ വാഗ്ദാനം ചെയ്ത് തട്ടിക്കുന്ന ഒരുപാട് കേസുകൾ മലയാളീസ് വരെ നടത്തുന്ന പരിപാടികൾ നമുക്കറിയാം. അത് പോരാഞ്ഞിട്ട് ക്ലിനിക്കുകളിലെ സാലറി ഇല്ല, പല ഹോസ്പിറ്റൽസിലും സാലറി കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇതൊക്കെ കേസാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ആൾക്കാർ പറയും നിങ്ങളുടെ കോൺട്രാക്റ്റിൽ അങ്ങനെ ഉണ്ടല്ലോ, അവിടെ കോൺട്രാക്റ്റ് ബേസിലല്ലേ, ഇവർ നിങ്ങളുടെ കഫാല എടുത്തതല്ലേ, അപ്പോൾ എന്തുകൊണ്ട് ഇവർ സാലറി തന്നില്ലേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഇപ്പോഴേ ഇത്ര സ്ട്രോങ് ആയിട്ട് തന്നെ ഈ കഫാല എടുത്തത് അവരുടെ അണ്ടറിൽ ഇക്കാമയാണ്, എന്നാൽ പോലും സാലറി കൊടുക്കാത്തവർക്കെതിരെ എന്തുകൊണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നവർ കംപ്ലയിൻറ്റ് കൊടുക്കുന്നില്ല എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ സാലറി ഇല്ലാണ്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ആരെങ്കിലും സൗദിയിൽ ഏതെങ്കിലും ക്ലിനിക്കുകളിൽ സാലറി ഇല്ലാണ്ട് വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ പബ്ലിക്കായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക, അല്ല നിൻ്റെ പേഴ്സണലായിട്ട് ഒന്ന് മെസ്സേജ് ചെയ്യുക. ഇത് വിശ്വസിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. സാലറികൾ കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ട്രസ്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മളെ തെറി വിളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഇതൊക്കെ ജെനുവിൻലി നമ്മുടെ സൗദി അറേബ്യയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഒരു സൈഡിൽ പോസിറ്റീവ് ഉണ്ടെങ്കിൽ മറു സൈഡിൽ നെഗറ്റീവ് ഉണ്ട്. ഞാൻ നെഗറ്റീവ് മാത്രം പറയാൻ വന്നിരിക്കുന്ന ഒരാളല്ല, ബട്ട് നേഴ്സസിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന കാര്യങ്ങളാണിത്. സോ നിങ്ങൾ സൗദിയിലോട്ട് കയറി വരാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് അന്വേഷിക്കുക, എന്നിട്ട് മാത്രം കയറി വരിക.